മദ്യത്തിൽ മുങ്ങി വി ഡി സതീശൻ. ശരിക്കു പറഞ്ഞാൽ വി ഡി സതീശൻ വളരെയധികം സ്വപ്നങ്ങളും സ്ട്രാറ്റജികളും വിസ്മയങ്ങളും കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായ ധാരാളം പദ്ധതികളുമൊക്കെ ആയിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പക്ഷേ കേരളത്തിലെ എല്ലാ കാലവും മദ്യത്തെയും ലോട്ടറിയെയും സംബന്ധിച്ച് വളരെ വലിയ സംവാദവും വിവാദവുമാണ് നടക്കുന്നത്. ലോട്ടറി പിന്നെ പറഞ്ഞ് വിവാദം കുറേ ഒഴിവായിട്ടുണ്ട്. അന്യസംസ്ഥാന ലോട്ടറി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം വന്ന് കുറച്ച് ഒഴിവായിട്ടുണ്ട്. അതിപ്പോൾ സ്മൂത്തായി പോകുന്നു. മദ്യത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. മദ്യനിരോധനം സമ്പൂർണ്ണമായി നടപ്പിലാക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് ആളുകളുണ്ട്. VM സുധീരനെ പോലെയുള്ള, സുഗതകുമാരി ടീച്ചർ ജീവിച്ചിരുന്നപ്പോൾ ടീച്ചറിനെ പോലെയുള്ള കോൺഗ്രസ്സിൽ വിശ്വസിക്കുകയും കോൺഗ്രസിൻ്റെ അഭ്യുദയകാംക്ഷികളുമായിട്ടുള്ള വലിയൊരു ജനവിഭാഗത്തിന് സമ്പൂർണ്ണ മദ്യനിരോധനമാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഗാന്ധിയൻ സംഘടനകൾ ധാരാളമുണ്ട്. അവരെല്ലാം കോൺഗ്രസുമായി അഭേദ്യ ബന്ധമുള്ളവരാണ്. ആ സംഘടനകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് സമ്പൂർണ്ണ മദ്യനിരോധനമാണ് അവരുടെ പ്രധാനം. KCBCയെ സംബന്ധിച്ചിടത്തോളവും സമ്പൂർണ്ണമായ മദ്യനിരോധനമാണ്. ക്രിസ്ത്യൻ ഓർഗനൈസേഷനുകളിൽ, മുസ്ലിം ഓർഗനൈസേഷനുകളിൽ, ഹൈന്ദവ ഓർഗനൈസേഷനുകളിൽ കുറേ അധികം ആളുകൾക്ക് ഈ മദ്യനിരോധനമാണ് പ്രധാനം. അപ്പോൾ മദ്യത്തിൻ്റെ പുറത്ത് നടക്കുന്ന ഏതൊരു കാര്യവും, അത് ആനുകൂല്യം കൊടുക്കലാകട്ടെ, ബാറുകളുടെ സമയം കൂട്ടലാകട്ടെ, സമയം കുറയ്ക്കലാകട്ടെ, ബാറുകൾക്ക് അധിക ചുമതല നികുതി കൊടുക്കുന്നതാകട്ടെ, ബാറുകളുടെ നികുതി കുറയ്ക്കുന്നതാകട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും ബാറുകളുടെ കാര്യത്തിലും അതുപോലെ പിന്നെ ഈ മദ്യത്തിൻ്റെ കാര്യത്തിലും അത് വില കുറഞ്ഞ മദ്യമാകട്ടെ, വില കൂടിയ മദ്യമാകട്ടെ, വീര്യം കുറഞ്ഞ മദ്യമാകട്ടെ, വീര്യം കൂടിയ മദ്യമാകട്ടെ, ഏതായാലും ചില കൺസേൺ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനം ധനമന്ത്രി എന്നുള്ള നിലയിൽ അനൗൺസ് ചെയ്തപ്പോൾ അത് എക്സൈസ് മന്ത്രിയുമായി കൂടി കൺസൾട്ട് ചെയ്തിട്ടില്ല എന്നൊരു പരിഭവം എക്സൈസ് മന്ത്രിക്കുള്ളതായി അറിയുന്നു. അങ്ങനെ എക്സൈസ് മന്ത്രി ധനമന്ത്രിയെ, അതായത് മുഖ്യമന്ത്രിയെ കണ്ട് തൻ്റെ പരിഭവം അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെ പല വഴിക്ക് പോവുകയാണ്. അതിനിടയിൽ KPCC മുൻ പ്രസിഡൻറ്റും പിന്നെ അറിയപ്പെടുന്ന ഗാന്ധിയനും കോൺഗ്രസ്സുകാരനും സീനിയർ നേതാവുമായിട്ടുള്ള VM സുധീരൻ, അദ്ദേഹം ഒരു കത്ത് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. കരിമണലുമായി ബന്ധപ്പെടുത്തിയ ഖനനവും ഈ മദ്യവുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിലും ഒരു പുനർവിചിന്തനം ആവശ്യമുണ്ട് എന്നുള്ള കത്ത് കൊടുത്തിട്ടുണ്ട്. ചന്ദ്രികയിൽ പാണക്കാട് നിന്ന് തങ്ങൾ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ഒളിയമ്പുകൾ ധാരാളമുണ്ട്. ധാരാളം മീൻസ് ഈ മദ്യനിരോധനം, അതുപോലെ തന്നെ പിന്നെ ലഹരി വിരുദ്ധ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളാണ്. ഡയറക്റ്റ് ഗവൺമെൻറ്റിനെ ഒന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ വായിക്കുന്ന ആളുകൾക്ക്, വരികൾക്കിടയിൽ വായിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതങ്ങനെ ഉദ്ദേശിച്ചായിരിക്കത്തില്ല ലേഖനം എഴുതി. ലേഖനം സതുദ്ദേശത്തിലായിരിക്കും എഴുതിയത്. പക്ഷേ അതിനെ ഒളിയമ്പിൻ്റെ രൂപത്തിൽ പുറത്ത് പറയുന്നു. എന്തായാലും പിന്നെ KCBC ശക്തമായി ഇതിനകത്ത് എതിർത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ നമ്മുടെ ഈ മദ്യം കുറഞ്ഞ തോതിലുള്ള മദ്യം, വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറച്ചത്. പക്ഷേ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്നപ്പോൾ KPS ലളിതയുടെ ഒരു പരസ്യമുണ്ടായിരുന്നു. ഒന്ന് എല്ലാം നമ്മൾ വരും, എല്ലാം ശരിയാകും എന്നുള്ളതായിരുന്നു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മദ്യത്തെ സംബന്ധിച്ച് മദ്യം കൊടുക്കലല്ല, മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മദ്യവർജനമാണ് നയമെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടിയോജിച്ച് പോവുക എന്നുള്ളതാണ്. പക്ഷേ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ആളുകൾ ചെറിയ തോതിൽ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മദ്യ ഉപയോഗത്തെ അല്ലെങ്കിൽ ഉപഭോഗത്തെ നമുക്ക് സമ്പൂർണ്ണമായി നിർത്തലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വലിയ ചോദ്യമാണ്. ഇവിടെ ചാരായം നിരോധിച്ചപ്പോൾ വ്യാപകമായി കള്ളവാറ്റും, പിന്നെ അതുപോലെ തന്നെ കള്ളും വിപണനവും കള്ളവാറ്റും വേറെ ഒരുപാട് കാര്യങ്ങൾ നടന്നു ചാരായ നിരോധനം ഉണ്ടായപ്പോൾ. അതുപോലെ തന്നെ കള്ളിന് പകരം നീര വന്നിട്ടും നമ്മൾ വേണ്ടത്ര പ്രൊമോട്ട് ചെയ്തില്ല. അപ്പോൾ കേരളത്തിൻ്റെ സമൂഹത്തിൽ, കേരളമല്ല ഇന്ത്യൻ സമൂഹത്തിലും ലോക സമൂഹത്തിലും ബാധകമാണ്, എന്നാലും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരള സമൂഹത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ കള്ള് ചെത്താനുള്ള കത്തി ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുതെന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ പിന്നെ ഈ കത്തി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അത് 4 കീറിയാൽ അല്ലെങ്കിൽ 3 കീറിയെടുത്താൽ ഷേവിംഗ് ബ്ലേഡായിട്ട് ഉപയോഗിക്കാം എന്ന് വളരെ മോശമായി കളിയാക്കി പറഞ്ഞിട്ടുള്ള ഗുരുദേവൻ്റെ നാടാണിത്. അപ്പോൾ പക്ഷേ പ്രശ്നം അവിടെ അതല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ മദ്യമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനം. കേരളത്തിലെ സർക്കാരിൻ്റെ ഖജനാവിൻ്റെ മേജർ ഷെയറും മേജർ ചങ്കും കൊടുക്കുന്നത് ലോട്ടറിയും ഈ ഇതുപോലത്തെ മദ്യ വ്യവസായവുമാണ്. അപ്പോൾ ഈ മദ്യ വ്യവസായത്തെ വല്ലാതെ
തകർത്താലും പറ്റത്തില്ല, എന്നാൽ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഇതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാരാണെങ്കിൽ രാത്രി 10 മണി വരെ 12 മണി വരെയൊക്കെ ബാർ തുറന്നു വയ്ക്കാമെന്നുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു. കൂടുതൽ 900ഓളം ബാറുകൾ അനുവദിച്ചു. അപ്പോൾ കഴിഞ്ഞ സർക്കാർ കൂടുതൽ മദ്യപാനം, ഒരു വശത്ത് മദ്യപാനത്തിനെതിരെയുള്ള ബോധവൽക്കരണം നടക്കുന്നു, മറുവശത്ത് കൃത്യമായി ധാരാളം മദ്യം സമൂഹത്തിൽ സുലഭമായി കിട്ടുന്നതിനുള്ള ഔട്ട്ലെറ്റുകളും സമയക്രമവും ഒക്കെ ചിട്ടപ്പെടുത്തുന്നു. അപ്പോൾ ഇത് വലിയൊരു വിരോധാഭാസമായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു വിരോധാഭാസമില്ല. ഒരൊറ്റ ആഭാസമേ ഉള്ളൂ, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരു ആഭാസമല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. വിരോധാഭാസമല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് മദ്യം കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് സംബന്ധിച്ചും, ഒരുപാട് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ചും, വീര്യം കൂടിയതിൻ്റെ ടാക്സ് കൂട്ടണോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെ ചില തർക്കങ്ങളും ചില ചർച്ചകളുമാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു വിവാദത്തിലേക്ക് പോവുകയാണ്. കെ.സി. വേണുഗോപാൽ അഭിപ്രായം പറഞ്ഞു. പിന്നെ അങ്ങനെ പലരും പുറത്തു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഭരണത്തിലില്ലാത്ത വലിയ നേതാക്കളൊക്കെ അഭിപ്രായം പറഞ്ഞു. KCBC അഭിപ്രായം പറഞ്ഞു. ചന്ദ്രികയിൽ നിന്ന് ലേഖനമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ വലിയ രീതിയിലുള്ള ഒരു ഒറ്റപ്പെടൽ ഇതിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഓരോ പഞ്ചായത്തിലും ഓരോ പ്രദേശത്തുമുള്ള ഈ ബാറുകളിലെ വഴി കൊടുക്കുന്ന മദ്യത്തിൻ്റെ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചതാണ് ഇപ്പോൾ എല്ലാവരെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എത്ര മദ്യവർജനം പറയുമ്പോഴും എത്ര ഗാന്ധിസം പറയുമ്പോഴും ഇവിടെ വലിയൊരു വിഭാഗം ആളുകൾ മദ്യപിക്കുന്നു. അതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരുമുണ്ട്, പെൺകുട്ടികളടക്കമുണ്ട്. എല്ലാവരും മദ്യപാനത്തിൻ്റെ ശീലത്തിലേക്ക് കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമൂഹത്തിൽ വീര്യം കൂടിയ മദ്യം വാങ്ങി കുടിച്ച് അതിനുള്ള പണവും കണ്ടെത്തി വാങ്ങി കുടിച്ച് എല്ലാവരും മയക്കത്തിൽ കിടക്കുന്നതാണോ നല്ലത്? അതേ വീര്യം കുറഞ്ഞ മദ്യം, പിന്നെ എന്താണ്, ജ്യൂസ് പോലെ, ഡ്രിങ്ക്സ് പോലെ ആവശ്യമുള്ളവർക്ക് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കലാണോ? ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മദ്യത്തെ സംബന്ധിച്ച് വളരെ വലിയ ചോദ്യമാണ് കേരള സമൂഹം നേരിടുന്നത്. മദ്യനിരോധനവും മദ്യവർജനവുമാണ് വേണ്ടതെന്ന് ഒരു വശത്ത് പറയുമ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകുന്നു. ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൃത്യമായ തീരുമാനം നമുക്ക് അറിയിക്കാം.